വീണ്ടും അമ്പരപ്പിച്ചുകൊണ്ട് ആകാശവിസ്മയം. സൗരയൂഥത്തിലെ 6 ഗ്രഹങ്ങൾ ആകാശത്ത് ഒരേ സമയം അണിനിരക്കുന്ന പ്ലാനറ്ററി പരേഡ് ഫെബ്രുവരിയിൽ ദൃശ്യമാകും. വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. ആകാശവിസ്മയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായി 2026 ഒരു അപൂർവ സമ്മാനം കാത്തുവച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ? സൗരയൂഥത്തിലെ 6 ഗ്രഹങ്ങൾ ആകാശത്ത് ഒരേ സമയം അണിനിരക്കുന്ന പ്ലാനറ്ററി പരേഡ് എന്ന പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിന്റെ ഈ അത്ഭുത വിന്യാസം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മനോഹരമായ കമാനം പോലെ രാത്രി ആകാശത്തെ അലങ്കരിക്കും. ബുധൻ, ശുക്രം, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ഈ വിസ്മയ പരേഡിൽ അണിചേരുന്നത്. ബഹിരാകാശത്ത് ഇവ നേർരേഖയിലല്ലെങ്കിലും ഭൂമിയിൽ നിന്നുമുള്ള നമ്മുടെ കാഴ്ചയിൽ ഇവയെല്ലാം ഒരേ പാതയിൽ തന്നെ കൂട്ടമായി കാണാം. സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ദൃശ്യമാകുന്ന ഈ കാഴ്ച സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. 2026 ഫെബ്രുവരി 28-നാണ് ഈ അപൂർവ പ്രതിഭാസം അതിന്റെ പൂർണ്ണതയിൽ ദൃശ്യമാവുന്നത്. സൂര്യാസ്തമയം കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ ആകാശം ഉരുളുന്നതോടെ ഗ്രഹങ്ങളുടെ ഈ ഘോഷയാത്ര തെളിഞ്ഞുവരും. നഗരങ്ങളിലെ വെളിച്ചം കുറഞ്ഞതും പടിഞ്ഞാറൻ ചക്രവാളം വ്യക്തമായി കാണാനാവുന്നതുമായ സ്ഥലങ്ങളാണ് ഈ കാഴ്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഈ 6 ഗ്രഹങ്ങളിൽ ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി എന്നിവയെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ അതിദൂരെയുള്ള ഹിമഭീമന്മാരായ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണണമെങ്കിൽ ബൈനോക്കുലറോ ചെറിയ ടെലിസ്കോപ്പുകളോ ആവശ്യമാണ്. സൂര്യപ്രകാശം കുറഞ്ഞ അളവിൽ മാത്രം പ്രതിഫലിക്കുന്ന ഈ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് ആകാശ നിരീക്ഷകർക്ക് ഒരു ആവേശകരമായ വെല്ലുവിളി കൂടിയാണ്. 2-3 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് സാധാരണമാണ്. എങ്കിലും 6 ഗ്രഹങ്ങൾ ഒരേ സമയം ആകാശത്തിന്റെ ഒരു ഭാഗത്ത് ദൃശ്യമാകുന്നത് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഓരോ ഗ്രഹവും വ്യത്യസ്ത വേഗതയിലും ഭ്രമണപഥത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഒരേ ദൃശ്യപരിധിയിൽ വരുന്നതും പ്രപഞ്ചത്തിലെ അപൂർവമായ ഒരു ജ്യാമിതീയ വിസ്മയം തന്നെയാണ്. സൗരയൂഥത്തിന്റെ വൈവിധ്യം ഒറ്റനോട്ടത്തിൽ കാണാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത്.